ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ അരൺമണി 4 എന്ന തമിഴ് മൂവിയാണ്. ഒളിച്ചോടിപ്പോയ നായകന്റെ അനിയത്തിക്കും അവരുടെ കുടുംബത്തിനും സംഭവിക്കുന്ന ഒരു കൊടൂരമായ സംഭവമാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അതേ തുടർന്ന് കുറേയധികം പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവുന്നു. ആ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ നായകൻ എങ്ങനെ നേരിടുന്നു, അവസാനം നമ്മുടെ നായകൻ അതെല്ലാം ഒതുക്കുവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു മൂവിയാണിത്. ഈ ഒരു മൂവിന്റെ കഥ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ അധിക സമയം കളഞ്ഞില്ല, നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ തുടക്കത്തിൽ ഒരു പൂജാരിനെ കാണിക്കുന്നു. അയാളിപ്പോ അയാളുടെ മകളോടൊപ്പം ഒരു വഞ്ചിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അടുത്തുള്ള ഒരു നാട്ടില് ഉത്സവം നടക്കാൻ പോവുകയാണ്. സോ അതിന്റെ പൂജകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ പൂജാരി അങ്ങനെ പോകുന്നത്. ഈ സമയത്ത് കൂടെയുള്ള അയാളുടെ മകള് ആ അമ്പലത്തിന്റെ ഐതിഹ്യത്തിനെ പറ്റി ചോദിക്കുന്നു. അപ്പൊ അയാൾ അതിനെപ്പറ്റി പറയാൻ തുടങ്ങുകയാണ്. കോടാനു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു യക്ഷിനെ ഇവിടെ എവിടെയാണ് ബന്ധിച്ചു വെച്ചിരിക്കുന്നത്. ആ യക്ഷി പുറത്തു വന്ന അത് ഈ ഗ്രാമത്തിനെ തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ കൊല്ലവും ഇതേ സമയത്ത് ഇങ്ങനെ വലിയൊരു പൂജ നടത്തുന്നത്. ഇങ്ങനെല്ലാം പറഞ്ഞ അയാൾ വഞ്ചി തുഴയുന്ന സമയം അയാൾ തുഴയുന്ന തുഴയുണ്ടല്ലോ, അതായത് ആ കമ്പ്, അത് അയാൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കുന്ന സമയം ആ കമ്പ് കൊള്ളുന്ന ഭാഗത്ത് എന്തോ ഒരു സംഭവം പുറത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. ഇതേ സമയം വഞ്ചിയിലുണ്ടായിരുന്ന അയാളുടെ മകളെ കാണിക്കുവാണ്. ഇപ്പൊ പുറത്തേക്ക് വന്നത് അയാളിപ്പോ പറഞ്ഞ യക്ഷിയായിരുന്നു. അതിപ്പോ വഞ്ചിയിൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മകളുടെ ശരീരത്തിലേക്ക് കയറി അവളെ കൊന്നു കളഞ്ഞിട്ട് അവളെ പോലെ ആയിരിക്കുവാണ്. അങ്ങനെ ഇത് കണ്ട് ആ പൂജാരി വല്ലാതെ വിഷമിക്കുന്നു. അങ്ങനെ ഇപ്പൊ മകളുടെ ശരീരത്തിൽ കയറിയ ആ പ്രേതം ഭയങ്കര വയണ്ടാവുന്ന സമയം കയ്യിലിരിക്കുന്ന മന്ത്രിച്ച വെള്ളം അയാൾ ആ പ്രേതത്തിന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് അയാൾ ആ പ്രേതത്തിനെ കൺട്രോൾ ചെയ്യുവാണ്. ഇയാളിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മകള് മരിച്ചുപോയ കാര്യം എങ്ങനെ വീട്ടിലുള്ള അയാളുടെ ഭാര്യ അറിഞ്ഞാൽ സഹിക്കില്ല. അതുകൊണ്ട് ആ കാര്യം തൽക്കാലം ഭാര്യനെ അറിയിക്കാതെ ഇവളെ കൺട്രോൾ ചെയ്ത് നിർത്തി ഇവളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം കാണിച്ച് അങ്ങനെ ആ സീനോടെ കട്ടാക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുവാണ്. നമ്മുടെ നായകൻ ഇപ്പൊ വലിയ വക്കീലാണ്. ഇപ്പൊ നായകനടുത്തേക്ക് രണ്ട് ക്ലയൻസ് എത്തുന്നു. ഒളിച്ചോടി വന്ന ലവേഴ്സ് ആണ് ഇവര്. വീട്ടുകാർ ഭയങ്കര പ്രശ്നത്തിലാണ്. എങ്ങനെയെങ്കിലും വക്കീൽ ഇടപെട്ട് ഞങ്ങളുടെ കല്യാണം നടത്തി തരണമെന്നൊക്കെ അവര് പറയുമ്പോൾ നായകൻ അതിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ പെണ്ണിന്റെ പേര് സെൽവി എന്നാണെന്ന് അറിയുന്ന സമയം നായകൻ അവരെ ഹെൽപ്പ് ചെയ്യുവാണ്. ഇതിനൊരു കാരണം ഉണ്ടായിരുന്നു. സെൽവി എന്നുള്ളത് നായകൻ അനിയത്തിന്റെ പേരായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ പെൺകുട്ടി പേര് പറഞ്ഞപ്പം നായകൻ പെട്ടെന്ന് അവന്റെ അനിയത്തിനെ ഓർത്തു. അനിയത്തിനോട് നായകന് വല്ലാത്ത സ്നേഹമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ ഒരു കാരണം കൊണ്ട് മാത്രം നായകൻ അവരെ ഹെൽപ്പ് ചെയ്യുവാണ്. ഈ സമയത്താണ് നായകൻ അനിയത്തിനെ പറ്റി പറയാൻ തുടങ്ങുന്നത്. അവള് കുറച്ചു നാൾ മുമ്പ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനോടൊപ്പം ഒളിച്ചോടിപ്പോയി. അന്ന് മുതൽ സെൽവിക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവള് ദൂരെ എങ്ങ ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നെന്ന് മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. ഈ സമയത്ത് സെൽവിന്റെ വീട് കാണിക്കുവാണ്. വലിയൊരു വീട്ടിലാണ് അവരുടെ താമസം. ഭർത്താവും രണ്ട് കുട്ടികളും. അങ്ങനെ സന്തോഷപൂർണ്ണമായ ഒരു കുടുംബം. അങ്ങനെ നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം സെൽവിന്റെ ഭർത്താവ് രാവിലെ ഒന്ന് ജോഗിങ്ങിന് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ അയാൾ ഒരു പുക കാണുവാണ്. അങ്ങനെ അയാൾ അതിനടുത്തേക്ക് എത്തുമ്പോഴേക്കും എന്തൊരു ഭീകര രൂപം വന്ന് അയാളെ അവിടെ ആക്രമിച്ച് കൊല്ലുവാണ്. എന്നിട്ട് അയാളെ ആക്രമിച്ച ആ ശക്തി അയാളുടെ രൂപം എടുത്ത് അവിടുന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നു. അതായത് മൂവിയുടെ സ്റ്റാർട്ടിംഗ് ടൈമില് ആ പൂജാരിയുടെ മകൾക്ക് സംഭവിച്ച അതേ കാര്യം അടുത്ത സീനിൽ നമ്മുടെ നായികന്റെ വീട് കാണിക്കുന്നു. ഇപ്പൊ അവിടേക്ക് കുറച്ച് നാട്ടുകാർ വന്ന് നായികനോട് പറയാണ് നിങ്ങളെ ഭർത്താവ് ഇങ്ങനെ വഴിയിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു എന്ന്. ഇതറിയുമ്പോൾ നായികയാണെങ്കിൽ കരഞ്ഞു വിളിച്ച് അങ്ങോട്ട് ഓടുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നായികന്റെ മൂത്ത മകൾക്ക് ഒരാപത്ത് പറ്റിയിരിക്കുന്നതായിട്ടാണ്. നേരത്തെ ഭർത്താവ് മരിച്ച കാര്യം അറിഞ്ഞ് അലറി വിളിച്ച് അവിടെ കൂടി നായികയാണെങ്കിൽ ഇപ്പൊ അവരുടെ കിണറ്റിന്റെ കയറില് തൂങ്ങി മരിച്ചതായിട്ടും അറിയുന്നു. അങ്ങനെ ആ സീനോടൊക്കെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ് പോവാണ്. ഈ സമയത്താണ് അനിയത്തിക്കും കുടുംബത്തിനും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചെന്നുള്ള കാര്യം നായകന്റെ വീട്ടുകാരെ അറിയുന്നത്. നായകൻ അനിയത്തിന് അത്രയധികം സ്നേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഈ കാര്യം അറിഞ്ഞ് നായകൻ ആകെ തകർന്നു പോകുന്നു. അതിൽ നിന്ന് നായകൻ ചേച്ചിനെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ അവളുടെ ആ വലിയ വീട്ടിലേക്ക് എത്തുവാണ്. നായികയ്ക്കും കുടുംബത്തിനും പ്രത്യേകിച്ച് കുടുംബക്കാരൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് നാട്ടുകാർ വേണ്ട ചടങ്ങുകളെല്ലാം ചെയ്ത് അവരെ അടക്കം ചെയ്തു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അവിടെ എത്തിയതിനു ശേഷമാണ് നായകൻ അറിയുന്നത്. അതുപോലെ സെൽവിയും ഭർത്താവും മരിച്ച അതേ ദിവസം അവരുടെ മൂത്ത മകൾക്ക് എന്തൊരു അപകടം പറ്റുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ കുട്ടി ആ കാരണത്താൽ ഇപ്പൊ കോമ സ്റ്റേജിലാണ്. അവൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് അല്ല അവിടുത്തെ ജമീന്ദാറിന്റെ മകള് വേണ്ട രീതിയിൽ കൊടുക്കുന്നുണ്ട്. അവളൊരു ഡോക്ടറായിരുന്നു. അടുത്ത സീനിൽ സെൽവിന്റെ ആൺകുട്ടീനെ കാണിക്കുന്നു. അവനൊരു ചെറിയ പയ്യനാണ്. അവനിപ്പോ ബബിൾസ് എല്ലാം വെച്ച് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമാനുഷികമായിട്ടുള്ള കാര്യം അവൻ കാണുവാണ്. അങ്ങനെ അവൻ പേടിച്ചോടുന്ന അതേ സമയത്ത് തന്നെ നായകനോടേക്ക് വരുന്നു. അങ്ങനെ അവനെന്തോ പേടി തട്ടിയതാണെന്ന് മനസ്സിലാവുമ്പോൾ നായകൻ അവനെ സമാധാനിപ്പിക്കുന്നു. അനിയത്തിന്റെ കുട്ടികളെയൊക്കെ നായകൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ പയ്യനോട് നായകൻ പേര് ചോദിക്കുന്നു. അപ്പൊ ആ ചെക്കൻ എന്റെ പേര് ശരവണൻ എന്ന് പറയുന്നു. നായകന്റെ പേര് ശരവണൻ എന്നായിരുന്നു. സെൽവിക്ക് ഏട്ടനോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് അവന്റെ പേര് തന്നെ കുട്ടിക്ക് വിട്ടതാണ്. അങ്ങനെ ഇതറിയുന്ന സമയം നായകൻ ഒരുപാട് ഇമോഷണൽ ആവുന്നു. സെൽവിന്റെ ഭർത്താവിന് ബിസിനസ് സംബന്ധമായിട്ട് കുറെ കടങ്ങളുണ്ടായിരുന്നു. അതൊന്നും വീട്ടാൻ കഴിയാത്തതുകൊണ്ട് ആ ഒരു മനോവിഷമം കൊണ്ടാണ് ഭർത്താവ് മരിച്ചത്. ആ ഒരു കാരണത്താൽ മനംനൊന്താണ് സെൽവിയും മരിച്ചതെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഇപ്പൊ ആ കടങ്ങളെല്ലാം വീട്ടണമെങ്കിൽ ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇവരുടെ ഈ വലിയ അരൺമന എത്രയും വേഗം വിൽക്കണം. അങ്ങനെ നായകൻ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുവാണ്. ഇതേ സമയം തന്നെ അരൺമനയില് പല പല അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. നായകന്റെ കൂടെ വന്ന ചേച്ചിയെല്ലാം അതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ അവർ ഒരുപാട് പേടിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുവാണ്. നായകൻ ഉറപ്പാണ് ഒരിക്കലും സെൽവി ആത്മഹത്യ ചെയ്യില്ലാന്ന്. കാരണം പണ്ട് അവള് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ പ്രണയത്തിന്റെ കേസിൽ അവളൊന്ന് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. അന്ന് നായകൻ അത് കണ്ടുകൊണ്ട് അവളെ സേവ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ നായകൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി ജീവിതത്തിൽ എന്ത് മോശപ്പെട്ട അവസ്ഥ ഉണ്ടായാലും ഒരിക്കലും സൂയിസൈഡിനെ പറ്റി മാത്രം ആലോചിക്കില്ലെന്ന്. അതിനവള് നായകന് സത്യം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യില്ലാന്ന്. ചേട്ടന് കൊടുത്ത വാക്കെന്തായാലും അവള് തെറ്റിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും നടന്നിരിക്കുന്നത് ഒരു ആത്മഹത്യയല്ല. എന്തായാലും അതിനെപ്പറ്റി ശരിക്കും ഒരു അന്വേഷണം പോകണമെന്നും പറഞ്ഞ് വക്കീലായ നായകൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നു. എന്നാൽ പോലീസുകാർ
പോലീസുകാർ അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. അവരുടെ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞ് പോലീസുകാരെ കേസ് ഒതുക്കാൻ നോക്കുന്നു. ഇതേസമയം തന്നെ നാട്ടിലുള്ള ഒരു പയ്യനെ നായകൻ പരിചയപ്പെടുവാണ്. അവനൊരു യൂട്യൂബർ ആയിരുന്നു. ഡെയിലി വ്ലോഗിൽ എടുക്കുന്നത് അവന്റെ ഒരു ശീലമായിരുന്നു. അന്ന് സെൽവിന്റെ ഭർത്താവ് രാവിലെ ജോഗിങ്ങിന് പോയ സമയത്ത് വഴിയിലൂടെ വീഡിയോ എടുത്തുകൊണ്ട് വരുന്ന ഈ വ്ലോഗർ അവന്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സെൽവിന്റെ ഭർത്താവ് വളരെ ഹാപ്പി ആയിട്ടാണ് ഇവനോട് സംസാരിച്ചത്. അങ്ങനെയിപ്പോ ആ വീഡിയോ എല്ലാം നായകൻ അവൻ കാട്ടിക്കൊടുക്കുവാണ്. എന്നിട്ട് നായകനോട് പറയുവാണ്, എന്നോട് അത്ര ഹാപ്പി ആയിട്ട് സംസാരിച്ച അയാൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന്. അതുപോലെ അതേ വീഡിയോയില് ആ പയ്യൻ മറ്റൊരു കാര്യം കൂടി നായകന് കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ വ്ലോഗ് എടുത്ത് വരുന്ന സമയത്ത് ആ വഴിയെടുത്തൊരു സ്വാമിജി അങ്ങനെ ഒളിച്ചിരിക്കുന്നത് ഇവൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും അവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇത് കാട്ടിക്കൊടുക്കുന്ന സമയം അത് കണ്ട നായകന് ആ സ്വാമിനെ എന്തോ ഡൗട്ട് അടിക്കാൻ തുടങ്ങുന്നു. ശരി, നീ അയാളെ പിന്നീട് എവിടെയും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നായകൻ ചോദിക്കുന്ന സമയത്ത് ആ പയ്യൻ പറയുവാണ്, നിങ്ങളുടെ അനിയത്തിയുടെ ചടങ്ങുകളെല്ലാം നടന്ന സമയത്ത് അവിടെ വെച്ച് ഞാൻ ഇയാളെ കണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അയാളോടുള്ള ഡൗട്ട് നായകന് വീണ്ടും കൂടുവാണ്. ഇതേ സമയം സ്വാമിജിനെ കാണിക്കുന്നു. അയാൾ ആ അരൺമനയിൽ എന്തോ ചില പൂജകൾ ചെയ്യാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ അയാൾ അത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ അരൺമനയിൽ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതേസമയം നമ്മുടെ നായകനെയും ആ വ്ലോഗറെയും കാണിക്കുന്നു. അവർ രണ്ടുപേരും ജീപ്പിൽ അങ്ങനെ ആ സ്വാമിനെ അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവരുടെ ജീപ്പിന് മുന്നിലേക്ക് എന്തോ ഒരു അമാനുഷിക രൂപം വന്ന് വീഴുവാണ്. ഇതുകൊണ്ട് അവരാകെ ഭയക്കുന്ന അതേ സമയം തന്നെ ആ രൂപം അങ്ങനെ കാട്ടിലേക്ക് ഓടുന്നു. അപ്പൊ നായകൻ എന്താ നോക്കാൻ വേണ്ടി പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിന് പുറകെ പോവുകയാണ്. ഇതേസമയം വഴി കിടക്കുന്ന ജീപ്പില് ആ വ്ലോഗർ തനിച്ചായിരുന്നു. നായകൻ ഇപ്പൊ വരുമെന്ന് വിചാരിച്ച് ആകെ ഭയന്നവൻ അങ്ങനെ അവിടെ ഇരിക്കുവാണ്. ഇതേ സമയമാണ് ആ ജീപ്പിന്റെ ഭാഗത്തേക്ക് പെട്ടെന്നൊരു പുക വരുന്നത്. ഗ്ലാസിലേക്കൊക്കെ ആ പുക അടിക്കുന്നതുകൊണ്ട് തന്നെ മുമ്പിലുള്ള കാര്യങ്ങളൊന്നും അവന് കാണുന്നില്ല. പെട്ടെന്ന് അവൻ വൈപ്പർ ഇടുന്നു. അങ്ങനെ വൈപ്പർ വെച്ചിട്ട് ആ പുകയെല്ലാം മാറ്റുന്ന സമയം മുമ്പിൽ അവനൊരു കാഴ്ച കാണുവാണ്. ആ കാഴ്ച അവനെ വല്ലാതെ ഞെട്ടിക്കുന്നു. അവൻ കണ്ടെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് മുന്നിലായിട്ട് മരിച്ചുപോയ സെൽവി നിൽക്കുന്നതായിട്ടാണ്. അങ്ങനെ ഇത് കണ്ട് അവൻ വല്ലാതെ ഭയന്ന് നിൽക്കുന്ന അതേ സമയം തന്നെ പെട്ടെന്ന് സെൽവി എവിടുന്ന് മറഞ്ഞു പോകുന്നു. പിന്നെ അവൻ നോക്കുമ്പോൾ ജീപ്പിന്റെ ബാക്ക് സീറ്റിൽ അവൾ ഇരിക്കുന്നതായിട്ട് കാണുവാണ്. അങ്ങനെ പെട്ടെന്ന് ആ സീനോടെ കട്ടാക്കുന്നു. അടുത്ത സീനില് നേരത്തെ കാട്ടിലേക്ക് ഓടിപ്പോയ നായകൻ തിരിച്ചാ വഴിയിലേക്ക് വരുന്ന സമയം അവിടെ കിടന്ന ജീപ്പും കാണുന്നില്ല, അതിലുണ്ടായിരുന്ന ആ പയ്യനെയും കാണുന്നില്ല. എന്നാൽ വണ്ടിയിലുള്ള അവന്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇപ്പൊ ആ ക്യാമറ നേരത്ത് കിടക്കുന്നതായിട്ട് നായകൻ കാണുവാണ്. അങ്ങനെ ഇപ്പൊ നായകൻ അതെടുത്ത് ലാസ്റ്റ് ആയിട്ട് അതിൽ റെക്കോർഡ് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യുവാണ്. അപ്പൊ അതിന് നായകനായിട്ട് കാഴ്ച കാണുന്നു. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ പയ്യൻ ഒരു സ്വാമിനെ പറ്റി പറഞ്ഞ് അയാളുടെ ഒരു വീഡിയോ കാട്ടി കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. ആ സ്വാമി അവിടേക്ക് വരുന്നതായിട്ടുള്ള വിഷ്വൽസ് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് അവൻ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നായകൻ മനസ്സിലാക്കുവാണ് അപ്പൊ ഈ പയ്യനെ കാണാതായാലും ആ സ്വാമിജിന്റെ കളിയുണ്ടെന്ന്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത ദിവസം രാവിലെ ജമീന്ദാറിന്റെ മകള് വന്ന് നായകന്റെ ചേച്ചിനോട് സംസാരിക്കുവാണ്. ഈ അരൺമനയില് എന്തൊക്കെയോ അമനുഷ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ഇവര് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതിനെപ്പറ്റിയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അടുത്ത സീനിൽ ആ ഗ്രാമത്തിലെ ആ വലിയ ഉത്സവം കാണിക്കുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പൊ നായകനും കുടുംബം അവിടേക്ക് എത്തുവാണ്. അങ്ങനെ ആ ചടങ്ങുകളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നായകൻ മറ്റൊരു കാര്യം അറിയുന്നത്. നായകനെ അന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ആ വ്ലോഗറായ പയ്യനില്ലായിരുന്നോ, ആ കാണാതായ പയ്യൻ, അവൻ മരണപ്പെട്ടു എന്നുള്ളൊരു വിവരം നായകൻ അറിയുന്നത്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തി നായകൻ ബോഡി കാണുവാണ്. അങ്ങനെ ഇപ്പൊ ആ ഗ്രാമം മുഴുവൻ സംസാരിക്കാൻ തുടങ്ങുവാണ് ആ പയ്യന്റെ മരണത്തിനെ പറ്റി. ഇതേസമയം ആ പയ്യന്റെ ക്യാമറ വെച്ചിട്ട്, അതായത് അതിലെ ആ വീഡിയോ വെച്ച് നായകൻ പോലീസുകാരെ കണ്ട് അത് കാട്ടിക്കൊടുത്തിട്ട് ഈ പയ്യന്റെ മരണത്തിൽ തീർച്ചയായിട്ടും ആ സ്വാമിജിക്ക് തന്നെയായിരിക്കും പങ്കെന്നൊക്കെ പറയുവാണ്. മരിച്ച ആ പയ്യന്റെ ക്യാമറയിൽ അയാളെ കറക്റ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ നായകനെ പോലെ തന്നെ പോലീസുകാർക്ക് അയാളെ ഡൗട്ട് അടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇപ്പൊ സ്വാമിനെ കണ്ടുപിടിച്ച് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് അവരെല്ലാരും അതിനു വേണ്ടി ഇറങ്ങുവാണ്. ഒരു ഘട്ടത്തിൽ ആ സ്വാമിനെ അവർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അയാളെ പിടിക്കാൻ വേണ്ടി അയാളെ ഫോളോ ചെയ്യുന്ന സമയത്ത് അയാൾ ജസ്റ്റ് മിസ്സിന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ അയാളെ താവളം ഇവര് കണ്ടുപിടിക്കുവാണ്. അങ്ങനെ അവിടെ പോയി സെർച്ച് ചെയ്യുന്ന സമയം അവിടെ വലിയൊരു പൂജകൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവര് കാണുന്നു. അതിനടുത്തായിട്ട് 3 ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ആരുടെയൊക്കെയാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ സെൽവിന്റെയും അവളുടെ ഭർത്താവിന്റെയും പിന്നെ ആ വ്ലോഗറായ സെക്കൻഡ് ആയിരുന്നു. ഈ സമയം അവിടെ നിന്ന് കുറച്ച് മാറിയായിട്ട് മറ്റൊരു ഫോട്ടോയും കൂടി ഇരിക്കുന്നത് അവര് കാണുന്നു. അത് ആരെയാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ പരിക്ക് പറ്റി ഇപ്പൊ കോമയിൽ കിടക്കുന്ന സെൽവിന്റെ മകളുടേതായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇത് കാണുന്ന നായകൻ പറയുവാണ്, മരിച്ചുപോയ 3 പേരുടെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും ഇവരുടെ 3 പേരുടെ മരണത്തിൽ അയാൾക്ക് പങ്കുണ്ടെന്ന്. സോ ഇപ്പൊ എന്റെ സെൽവിന്റെ മകളുടെ ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ട്. അതിനർത്ഥം അവളുടെ ജീവനാപത്താണെന്നാണ്. സോ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. ഇത് കേൾക്കുന്ന പോലീസുകാർക്കും കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നു. അങ്ങനെ ഇപ്പൊ എല്ലാവരും ഒത്തൊരുമയോടുകൂടി അയാളെ അന്വേഷിക്കാൻ തുടങ്ങുവാണ്. ഇതേ സമയം സ്വാമിജിനെ കാണിക്കുന്നു. അയാളിപ്പോ ഒരു ഫോട്ടോ കൈ പിടിച്ച് ആ ഫോട്ടോയിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അത് ആരുടെ ഫോട്ടോയാണെന്ന് കാണിക്കുന്നത്. അത് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന SIന്റെ ആയിരുന്നു. ഈ സമയത്ത് ഒരു ഡൗട്ട് വരുവാണ് നമുക്ക്. അപ്പൊ അടുത്ത ഇയാളുടെ ടാർജറ്റ് ഈ SI ആയിരിക്കുമോ എന്ന്. അടുത്ത സീനിൽ ആ സ്വാമിജി ആ SIന്റെ അടുത്തേക്ക് എത്തുവാണ്. കറക്റ്റ് അയാളെ SI കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ SI അയാളെ പിടിക്കാൻ വേണ്ടി പോകുന്നു. ഇതേ സമയം തന്നെ നായകനെ വിവരം അറിയിക്കുകയും ചെയ്യുവാണ്. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും കൂടി ആ സ്വാമിനെ പിടിക്കാൻ വേണ്ടി അയാളെ തീർത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് വന്ന് നായകനും SIയും കൂടി അതിന് ശ്രമിക്കുന്ന സമയം ആ സ്വാമി പറയുവാണ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നതാണ്. ശരിക്കും ഞാനല്ല ഇതിനൊന്ന് പുറകിൽ കളിക്കുന്നത്. ഞാനിപ്പോ വന്നിരിക്കുന്ന ഈ SIനെ എങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടിയാണ്. അയാൾ ഇങ്ങനെ പറയുന്ന അതേ സമയം തന്നെയാണ് നായകൻ മറ്റൊരു കാഴ്ച കാണുന്നത്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകന്റെ കൂടെ ആ സ്വാമിനെ പിടിക്കാൻ വേണ്ടി വന്ന ആ SI എയർ ലിപ്പ് ഇങ്ങനെ പൊന്തി പോകുന്നു. ഇതേ സമയം തന്നെ ഇയാളെ ഇങ്ങനെല്ലാം ചെയ്യുന്ന ആ മനുഷ്യമായുള്ള ശക്തി അയാളെ കൊല്ലുകയും ചെയ്യുന്നു. ഇതേ സമയം സെൽവിന്റെ വീട് കാണിക്കുവാണ്. അവിടേക്ക് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ പൂജാരിയില്ലേ അയാൾ വരുന്നു. ഇവിടെ കോമയിലേക്ക് കിടക്കുന്ന ആ കുട്ടിക്ക് വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോവാണ്. ഞാൻ ആ കുട്ടീനെ സേവ് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് അയാൾ വരുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് നായകന്റെ ചേച്ചിയാണെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കുന്നു. അങ്ങനെ അയാൾ അകത്തേക്ക് കയറി വരുവാണ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അയാൾ ശരിക്കും വന്നിരിക്കുന്നത് കോമയെ കിടക്കുന്ന ആ കുട്ടിയില്ലേ അവളെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. എന്നാൽ
ഇതേ സമയം അയാൾക്ക് അതിന് കഴിയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ശക്തി അയാൾ അതിൽ നിന്ന് തടയുവാണ്. അത് ആരാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സെൽവിന്റെ ആത്മാവായിരുന്നു. തന്റെ മക്കൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സെൽവി അരൺമനയ്ക്ക് ഒരു കാവല് പോലെ നിൽക്കുവാണ്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് കുട്ടീനെ കൊല്ലാൻ വേണ്ടി എത്തിയ പൂജാരിനെ സെൽവിന്റെ പ്രേതം അവിടുന്ന് തുരത്തി ഓടിക്കുന്നു. അടുത്ത സീനിൽ ആ പൂജാരിന്റെ വീട്ടിലേക്ക് കുറച്ച് പോലീസുകാർ എത്തുവാണ്. കമന്നന്റെ കുട്ടികളെ കൊല്ലാൻ വേണ്ടി ഇന്നലെ അയാൾ വന്ന കാര്യങ്ങളെല്ലാം അവര് പോലീസിനെ അറിയിച്ചായിരുന്നു. അതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോലീസുകാർ ഇപ്പൊ അവിടേക്ക് എത്തിയത്. എന്നാൽ ഈ സമയം പോലീസുകാർ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അയാളും അയാളുടെ ഭാര്യയും മരിച്ചു കിടക്കുന്നതായിട്ടാണ്. അടുത്ത സീനിൽ തന്നെ നാഗൻ പിടികൂടി ആ സ്വാമിജിനെ കാണിക്കുന്നു. അയാളെ ഇപ്പൊ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ട് വേണ്ട രീതിക്ക് അവരെല്ലാരും കൂടെ പൊടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ക്രൈം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാമിജി ഇല്ല എന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. അന്നേരം നായകൻ കണ്ടുകൊണ്ട് കണ്ടു ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. അങ്ങനെ ഇപ്പൊ അയാളോട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയെല്ലാം നടക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ അയാൾ അതിനെപ്പറ്റി പറയാൻ തുടങ്ങുന്നു. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ആ പൂജാരിന്റെ ഒരു കഥ കാണിച്ചായിരുന്നല്ലോ. ആ കഥയാണ് അയാൾ പറയുന്നത്. അന്ന് ആ പൂജാരി ആ നാട്ടിലേക്ക് വന്ന സമയം അങ്ങനെ തോണി തുഴയുന്ന ആ കോല് കൊണ്ട് അങ്ങനെ തുഴഞ്ഞു വരുന്ന സമയത്ത് ആ കോല് ആ പുഴയ്ക്കടിയിലുള്ള ഒരു ഭാഗത്ത് കൊള്ളുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അവിടെയായിരുന്നു ആ യക്ഷിനെ ബന്ധിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അയാളുടെ ആ കമ്പ് അവിടെ കൊണ്ട സമയം ആ യക്ഷി പുറത്തു വന്നു അയാളുടെ മകളുടെ ശരീരത്തിൽ കയറി മകളെ കൊന്നു കളഞ്ഞു. മന്ത്രിച്ച വെള്ളമെല്ലാം തളിച്ച് അയാൾ ആ പ്രേതത്തിനെ കൺട്രോളിൽ കൊണ്ടുവന്നെങ്കിലും പിന്നീട് ആ പ്രേതം അയാളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുവാണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയോണ്ടാണ് അയാൾ ഈ നാട്ടിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ആപത്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അയാളെ തിരഞ്ഞ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ആ പ്രേതം അയാളെ കൺട്രോൾ ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. അന്ന് ആ പ്രേതത്തിനെ കുറേയധികം മന്ത്രവാദികൾ കൂടി ആ പുഴയ്ക്കടിയിൽ ബന്ധിച്ചു വെച്ചതാണ്. അങ്ങനെ പുറത്തു വന്ന അതിന്റെ പഴയ ശക്തി കിട്ടണമെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ജനിച്ച 3 ആൾക്കാരെങ്കിലും കൊല്ലണം. അങ്ങനെ അതിനുവേണ്ടിയാണ് സെൽവിന്റെ ഭർത്താവിനെ ആ പ്രേതം കൊന്നത്. അതിനുശേഷം അയാളുടെ വേഷം എടുത്ത് ആ വീട്ടിലേക്ക് എത്തി അയാളുടെ മകളെ തീർക്കാൻ വേണ്ടിയായിരുന്നു ആ പ്രേതത്തിന്റെ ലക്ഷ്യം. എന്നാൽ ആ കാര്യം മനസ്സിലാക്കിയ സെൽവി ആണെങ്കിൽ അവളെ ജീവൻ വിട്ടുകൊടുത്ത് കുട്ടികളെ സേവ് ചെയ്യാൻ വേണ്ടി അവരുടെ കാവലായി നിന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് ശരി ഇനി ഇതിൽ എന്ത് ചെയ്യാന്നൊക്കെ അവരങ്ങനെ ആലോചിക്കുവാണ്. അടുത്ത സീനിൽ നാഗൻ വീട്ടിലേക്ക് എത്തിയിട്ട് അവന്റെ ചേച്ചിനോട് സെൽവിനെ പറ്റി ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് നാഗൻ ഒരുപാട് ഇമോഷണൽ ആവുന്ന സമയം സെൽവിന്റെ ആത്മാവ് അവിടെ വന്നിരുന്ന് ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ കേൾക്കുന്നതായിട്ട് കാണിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നാഗൻ ഞെട്ടിക്കുന്ന കാര്യം അറിയുവാണ്. ഇവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഇവരുടെ കൂടെ നിന്ന് ആ സ്വാമിജിയില്ലേ അയാളോ പ്രേതത്തിന്റെ കയ്യാൽ മരണപ്പെട്ടു. അങ്ങനെ അയാളെ കൊന്ന് അയാളുടെ ശരീരത്തിലേക്ക് ആ പ്രേതം കയറുവാണ്. പിന്നീട് അങ്ങോട്ട് തന്റെ മക്കൾക്ക് വേണ്ടി ഒരു മാലാഖയെ പോലെ നിൽക്കുന്ന സെൽവിന്റെ ആത്മാവിനെ അവിടുന്ന് തുരത്താനായിട്ട് ആ പ്രേതം പഠിച്ച പണി പതിനെട്ടും ചെയ്യുവാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഫലവും കാണുന്നില്ല. ഈ സമയം ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി നമ്മുടെ നായകനും അത് തടയാനായിട്ട് മുന്നിൽ തന്നെയുണ്ട്. അങ്ങനെ അവിടുത്തെ ആ മെയിൻ ഉത്സവം വരുന്ന സമയം ആ പ്രേതം സെൽവിന്റെ മകളെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുവാണ്. എന്നാൽ ഈ സമയം നായകൻ അതിനോട് ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നു. കൂടുതൽ കട്ടയ്ക്ക് സെൽവിന്റെ ആത്മാവ് നിൽക്കുന്നു. അങ്ങനെ അവരെ രണ്ടുപേരെയും പരിശ്രമ ഫലം കൊണ്ട് ആ പ്രേതത്തിനെ അവിടുന്ന് തുരത്തി അവരാ പ്രശ്നത്തിൽ നിന്ന് കരകയറുവാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിപ്പിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? പേഴ്സണലി എനിക്ക് ഈ മൂവി ഒട്ടും ഇഷ്ടമായിട്ടില്ല. ലോജിക്കലി ഒരുപാട് മിസ്റ്റേക്സ് ഉള്ളതായിട്ട് എനിക്ക് ഈ മൂവിയിൽ ഫീൽ ചെയ്തു. പിന്നെ ഈ മൂവി റീസെന്റ് റിലീസ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ആക്കി എത്രത്തോളം ചെറുതാക്കാൻ കഴിയുമോ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.